ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രാമമംഗലം എന്ന സ്ഥലത്താണ് പോകുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിഖ്യാത കർണാടക സംഗീതജ്ഞനായിരുന്നു ഷഡ്കാല ഗോവിന്ദമാരാർ. ഇദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം എറണാകുളം ജില്ലയിലെ രാമമംഗലം എന്ന സ്ഥലത്തും 6 കാലങ്ങളിൽ ആലാപനം നടത്താനുള്ള കഴിവായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന സ്വാതി തിരുനാളിൻ്റെ സംഗീത സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിത കഥയും മറ്റുള്ളതെല്ലാം നമുക്ക് കേൾക്കാം. കൂടെ രാമമംഗലം എന്ന ഗ്രാമത്തിൻ്റെ മാദക സൗന്ദര്യവും കാണാം. അപ്പോൾ ഇനി വീഡിയോ തുടർന്ന് കാണുക. രാമമംഗലം എന്ന ഗ്രാമം അതിമനോഹരമാണ്. പുഴകളും കായലുകളും പച്ചപ്പാടവും നിറഞ്ഞ മനോഹര ഗ്രാമം. ഇപ്പോൾ ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ തറവാട്ടിലേക്ക് പോകാം. ഈ കാണുന്നതാണ് ഷഡ്കാല ഗോവിന്ദമാരാരുടെ തറവാടും അദ്ദേഹത്തിൻ്റെ സ്മാരകങ്ങളൊക്കെ തൊട്ടടുത്തായി ഉണ്ട്. ഇനി നമുക്ക് ഈ സംഗീതജ്ഞനിലേക്ക് തിരിച്ചു വരാം. ഗോവിന്ദമാരാർ ഷഡ്കാല ഗോവിന്ദമാരായതിന് പിന്നിൽ ഒരു കഥയുണ്ട്. 7 തന്ത്രികളുള്ള സവിശേഷമായ തൻ്റെ തമ്പുരുവിൽ ശ്രുതിമീട്ടി അതിവിളംബരത്തിന് ആരംഭിച്ച് 6-ാം കാലമായ അതിദ്രുതത്തിലേക്ക് കടന്ന് പാടുവാനുള്ള കഴിവ് മാരാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അസാധാരണ സിദ്ധിയെ ഷഡ്കാല എന്ന വിശേഷണം കൂടി പേരിന് മുന്നിൽ വന്നു ചേരാൻ കാരണമായി. മാരാരുടെ കഴിവിൽ അത്ഭുതം കൊണ്ടാണ് ത്യാഗരാജൻ തൻ്റെ പ്രസിദ്ധമായ എന്തൊരു മഹാനുഭാവലു എന്ന കീർത്തനം ചിട്ടപ്പെടുത്തിയത്. സംഗീതരംഗത്തെ പ്രഥമ ഗണനീയനായ മുത്തുസ്വാമി ദീക്ഷിതരുടെ ഇളയ സഹോദരൻ്റെ വത്സല ശിഷ്യനായ വടിവേലു, പൊന്നയ്യ എന്നിവരുടെ സാന്നിധ്യം എടുത്തു പറയേണ്ടതുണ്ട്. സദസ്യരെ അത്ഭുത സ്തബ്ധരാക്കിക്കൊണ്ടായിരുന്നു ഗോവിന്ദമാരാരുടെ ആലാപനം. തൻ്റെ 7 തന്ത്രികളുള്ള തമ്പുരുവിൽ ശ്രുതിമീട്ടി 6 കാലത്തിൽ പാടിക്കൊണ്ട് മാരാർ സദസ്യരെ ഒന്നാകെ ആശ്ചര്യപ്പെടുത്തി. പ്രഗത്ഭനായ സംഗീതജ്ഞർ പോലും 3 കാലത്തിലേ പാടാറുള്ളൂ എന്നറിയുക. ലോകം കണ്ട മഹാപ്രതിഭയാണ് തൻ്റെ മുന്നിൽ എന്ന് മനസ്സിലാക്കിയ മഹാരാജാവ് മാരാരെ ഷഡ്കാല ഗോവിന്ദമാരാർ എന്ന് വാഴ്ത്തുകയും സ്വാതി സംഗീത സഭയിൽ അംഗമാക്കുകയും ഉണ്ടായി. കൊടും ദാരിദ്ര്യത്തിലും ഭഗവത് ചിന്ത മാത്രമായി നടക്കുന്ന ഗോവിന്ദമാരാരുടെ ഭക്തിയിൽ തൃപ്പാപ്പൂരപ്പൻ്റെ അനുഗ്രഹം മാരാരെ തേടി എത്തി. ശ്രീ പത്മനാഭ ദർശനാനന്തരം സ്വാതി തിരുനാൾ മഹാരാജാവ് തൃപ്പാപ്പൂരപ്പനെ കണ്ടു വണങ്ങാനെത്തിയപ്പോഴായിരുന്നു ഗോവിന്ദമാരാരുടെ നാദാർച്ചനയുടെ സവിശേഷത തമ്പുരാൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സംഗീതാർച്ചന പൂർത്തിയാകുന്നതുവരെ മഹാരാജാവ് അതിൽ ലയിച്ചു കാത്തുനിന്നു. അനന്തരം തൻ്റെ സംഗീത സഭയിൽ അംഗമാകുന്നതിന് സ്വാതി തിരുനാൾ തമ്പുരാൻ തന്നെ ഗോവിന്ദമാരാരെ നേരിട്ട് ക്ഷണിച്ചു. എത്രയും കാലത്തെ സംഗീത സദസ്സിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ആവശ്യപ്പെടുകയും ചെയ്തു. സംഗീതരംഗത്തെ പ്രഗത്ഭരും പ്രശസ്തരുമായ നിരവധി പേർ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു സ്വാതി തിരുനാളിൻ്റെ സംഗീത സഭ. ഈ രാമമംഗലം ഗ്രാമത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ കൂടാതെ ഒരുപാട് ക്രിസ്ത്യൻ പള്ളികളുമുണ്ട്. അങ്ങനെ ഇവിടെയുള്ള കായലും പുഴകളും ഗോവിന്ദമാരാരെ പറ്റിയുള്ള പാട്ടുകളും ഒക്കെ എല്ലാ സമയവും പാടുന്ന പോലെ തോന്നും.
ഇവിടെ ഒരുപാട് ക്രിസ്ത്യൻ പള്ളികളുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവിടെ ഒരു മുസ്ലിം പള്ളി കാണാനില്ല എന്നാണ്. അപ്പോൾ ഗോവിന്ദമാരാരുടെ ചരിത്രം നിങ്ങൾ അറിഞ്ഞല്ലോ. ഞാൻ മറ്റൊരു വീഡിയോയുമായി ഉടനെ വരും. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.